ഇവിടെ 350C കിടപ്പുണ്ട്, GTR കിടപ്പുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്ടോ വേൾഡ് എക്സ്പോ 2025 കാണാൻ വേണ്ടിയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ നെടുമ്പാശ്ശേരി വരെ വന്നു, കൊച്ചിയിൽ. കൊള്ളാം, സംഭവം കൊള്ളാം. ഞാനിപ്പം ഇറങ്ങാൻ പോവുകയാണ്, അപ്പോഴാണ് ഇൻട്രോ എടുക്കണം. കൊള്ളാം. ഇപ്പം ബാറ്റ്സിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഫോർമുല 1 കാറുണ്ട്, പിന്നെ ഹുറാക്കനുണ്ട്, കുറേ വണ്ടികളുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സോ സൗണ്ടിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. കൂടുതൽ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല, ഫുള്ള് കാണാൻ പറ്റും. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നല്ല എഫേർട്ട് എടുത്താണ് ഈ വീഡിയോ എടുക്കണം. അവിടെ നിന്ന് 250 കിലോമീറ്റർ എന്തോണ്ട്. ഞാൻ ട്രെയിനിൽ രാവിലെ എണീച്ച് വന്നത്. ഇപ്പം മിക്കവാറും എൻ്റെ ട്രെയിൻ മിസ്സാവും. ഇതിപ്പം 4:20 എനിക്കൊരു ട്രെയിനുണ്ട്, അത് മിക്കവാറും മിസ്സാവും ട്രിവാൻഡ്രത്തോട്ടുള്ള. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കാണാൻ നോക്കുക. പിന്നെ എന്തോന്നു, അവിടെ ഫോർമുല 1 കാറിൻ്റെ ഗെയിമൊക്കെ കളിച്ച്, ലോജിടെക്കിൻ്റെ ഗെയിമൊക്കെ കളിച്ച്. റെഡ് ബുൾ വാങ്ങിച്ചാലേ ഫോട്ടോ എടുക്കാനും ഇതൊക്കെ വാങ്ങിച്ചു, അതിന് വേണ്ടി ഞാൻ റെഡ് ബുൾ വാങ്ങിച്ചു. പിന്നെ നിങ്ങളെന്തായാലും കാണും, ഞാൻ കാണിച്ചുതരാം. ഇത് കുറേ ഉണ്ട് സംഭവം, നിങ്ങൾ കണ്ടു നോക്കും. ഇതുവരെയും കാണാത്തുള്ളൊരു ഓട്ടോ എക്സ്പോ ആയിരിക്കും നിങ്ങൾ. ഒരു റാലി കാറാണ് നടപ്പുള്ള, പോളോ വരെ. അകത്ത് റോൾ കേജൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പെട്രോൾ കിടപ്പുണ്ട്. ഇത് ഏതാണ് ഐറ്റം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് ഡൗട്ടുണ്ട്. ഇത് ജിപ്സി ആണെന്നാണ് എനിക്ക് തോന്നണം, അതോ ഇനി ബിൽഡ് ചെയ്തെടുത്താണെന്ന് അറിഞ്ഞുകൂടാ. ജിപ്സി ആവാനാണ് ചാൻസ്. ടയറിൻ്റെ സൈസ് കണ്ട. നടുക്കിരിക്കണത് മറ്റേ സൂപ്പർ സ്കൂട്ടറാണ്, മറ്റേ ഇലക്ട്രിക്കിൻ്റെ. ഇതും ഇലക്ട്രിക്കാണ്. ഇത് F900. ഇവിടെ 350C കിടപ്പുണ്ട്, GTR കിടപ്പുണ്ട്, മലബാർ കിടപ്പുണ്ട്. ടർബോസ് കിടപ്പുണ്ട്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ക്ലാസിക് കാർസാണ്. ഇവിടെ ഒരു മെർസിഡീസ് കിടപ്പുണ്ട്. അവിടെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ, നോക്കണം. ഇത് പ്ലൈമൗത്ത് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിഞ്ഞുകൂടാ. ഓസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കാറാണ്. ഇത് സൺബീം, എല്ലാത്തിൻ്റെയും പേരെഴുതിയിട്ടുണ്ട്. ഇത് ലണ്ടൻ മെയ്ഡാണ്, ടാൽബോട്ട് ലണ്ടൻ.
ആണ് ഐറ്റം ഫോർമുല 1 കാറ്. വേറെ ഒരു ഓട്ടോ ഷോയ്ക്കും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഇതിൻ്റെ ടയറൊക്കെ ആണെങ്കിൽ ഒരു റേസിൽ എത്ര വട്ടം ചേഞ്ച് ചെയ്യുമെന്ന് അറിയാം. പിന്നെ ഇതിൻ്റെ ഫ്രെയിമും ഇതെല്ലാം കാർബൺ ഫൈബറാണ്. എഞ്ചിനൊന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ ഈ ഭാഗത്തായിരിക്കും എഞ്ചിനുള്ളത്. നിങ്ങളൊരു റീൽസ് കണ്ടാവണമല്ല, ഒരു ഫോർമുല 1 കാറ് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇത് ഫ്രെയിം ഇളകിപ്പോയാൽ അതിൻ്റെ എഞ്ചിൻ കണ്ടിട്ടുണ്ടോ? അതാണ് സാധനം. വലിയൊരു എഞ്ചിനാണ്. ഇത് BMW C3 ആണ്. കോഡ് 6 ട്യൂൺഡാണ്. എം സ്പോർട്ടിൻ്റെ ബാഡ്ജിങ്ങൊക്കെ ഉണ്ട് അവിടെ. കോഡ് 6ൻ്റെ ബാഡ്ജിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആഗ്രഹം ഇതാണ്, ഒരു C4 എടുക്കാനാണ് ആഗ്രഹം. എന്നിട്ട് മുകളിലൊക്കെ ഓപ്പണായി ഇട്ടിട്ട് ഓടിക്കണം. C3 ഇവിടെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ. ഇതൊരു നോർമലി നമ്മളിവിടെ കാണുന്ന ഒരു വണ്ടിയല്ല. എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ട് ചെയ്ത വല്ല വണ്ടി ആവാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു. ഏതാണ് വണ്ടി എന്നുണ്ടാ? നമ്മുടെ മിസ്റ്റർ മീൻ്റെ വണ്ടിയാണ്. മിനി കൂപ്പർ പഴയത്. ഇവിടെ വേറെയും കുറേ ക്ലാസിക് കാർസ് കിടപ്പുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ചൈൽഡ്ഹുഡ് വണ്ടിയാണ്. കൊച്ചിലെ മുതലേ കണ്ടു വളർന്ന വണ്ടി, പച്ച വണ്ടി. പക്ഷെ ഇത് റെഡാണ്. കണ്ട ലംബോർഗിനി ഹുറാക്കൻ സ്റ്റെറാഡോ ആണ്. ഒരു ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയാണ്. റാലിക്ക് ഒക്കെ പോണ വണ്ടിയാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ആഡൊക്കെ കിടിലമായിട്ട് ഓഫ് റോഡ് ചെയ്യും കേട്ടോ. നമ്മൾ ലംബോർഗിനിക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ ഇത് വേറെ ലെവൽ ഓഫ് റോഡിങ് ആണ് വണ്ടി. ഇവിടെ ഒരു BMW 13 അല്ല 1800cc വണ്ടിയാണ്. അവിടെ നമ്മുടെ പുതിയ മോഡൽ GS, പഴയ GSനെ കൊള്ളാം. ഇപ്പം എല്ലാം ഡുക്കാട്ടി അഗ്ലിയായി വരണുണ്ട്, BMW അഗ്ലിയായി വരണുണ്ട്. പോർട്ട് ഇപ്പോഴും പഴയ എപ്പോഴും ഒരേപോലെ തന്നെ, ഒരു മാറ്റമില്ല, ഒരേ പൊടിയുണ്ട്. നമ്പർ പ്ലേറ്റ് ഉണ്ടോ? 911. ഏതാ ഫ്രെയിം അല്ലേ? ഹുറാക്കൻ സ്റ്റെറാഡോയും 911 ടർബോ എസും. അടുക്കൊരു BMW GS ആണ്. ഇത് ഏത് മോഡലാണോ എന്ന് അറിഞ്ഞൂടാ. ഈ മോഡലിൽ ഞാൻ ഒരു ദിവസം എടുക്കും. ലെക്സസിൻ്റെ ഈ സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടി എന്തായാലും എടുക്കും. ഇത്ര ലുക്കാണ് വണ്ടി. സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ലെക്സസ് ടോപ്പിലാണ്. മാടൻ വണ്ടി കേട്ടോ. SUV ആണ്.
നമ്മളൊരു ഹാരിയറിൻ്റെ ഒക്കെ സൈസുണ്ട്. ഇതൊന്നും ഞാൻ റോഡിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഹൈബ്രിഡ് വണ്ടിയാണ് ഇത്. പിന്നെ നമ്മുടെ സ്വന്തം എയ്തർ. പീരിയോഡിക് സർവീസ് കോസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം പൊളിയാണ് വണ്ടി. പിന്നെ കുറച്ച് ഓവർ പ്രൈസ്ഡ് എന്നും വേണമെങ്കിൽ പറയാം ബാക്കി സ്കൂട്ടറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ അൾട്രാ വൈൽഡൊക്കെ പുതിയ മോഡൽ സ്കൂട്ടർ ഇറക്കില്ല, അതൊക്കെ ഔട്ട് ഓഫ് റേഞ്ചാണ്. ഇതൊക്കെ ഇപ്പം എയ്തർ കുറച്ചും കൂടെ പ്രൈസും കുറച്ചിറക്കി സർവീസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ബാക്കി വണ്ടി പിടിച്ചാൽ കിട്ടൂല. പക്ഷേ സർവീസ് കോസ്റ്റ് കൂടുതലാണെങ്കിലും പിന്നെ എയ്തറിൻ്റെ പ്രൈസ് കൂടുതലാണെങ്കിലും വാങ്ങിക്കാൻ ആളുണ്ട്. അതാണ് എയ്തറിൻ്റെ പ്രശ്നമല്ല, എയ്തറിൻ്റെ ഗുണമാണ്. വാങ്ങിക്കാൻ ആളുണ്ട്. ക്വാളിറ്റിയും റിലയബിലിറ്റിയൊക്കെ നോക്കി എടുക്കുന്നവരെല്ലാവരും എയ്തർ എടുക്കാൻ ചാൻസ് ഉള്ളൂ എൻ്റെ ഒരു ഇതിൽ. അൾട്രാ വയലറ്റ് F77 ആണ് ഇതിൻ്റെ. ഇപ്പം ഞാൻ കുറച്ചും പറഞ്ഞില്ലേ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയ കാര്യം, അത് കുറച്ച് ഹിറ്റാവും. പ്രൈസ് നല്ല കുറവാണ്, വണ്ടി റേഞ്ച് നല്ല ഉണ്ട്. റേഞ്ച് ഓർമ്മയില്ല, എത്ര 300 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് 1,20,000 എക്സ്ഷോറൂം എന്തോ ഉള്ളൂ. അത് ഹിറ്റാവും മിക്കവാറും. ഇത് വോക്സ്വാഗൻ ബീറ്റിൽ. അത് ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞൂടാ. ഈ വണ്ടി ഇവിടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയ വണ്ടിയാണ്, നമ്മളുടെ മൊഫ്ലി ബ്രോയുടെ ആണ്. ഇത് M5 കിറ്റ് കയറ്റിയതാവാനാണ് ചാൻസ്. കാർബൺ ഫൈബർ വുഡുണ്ട്, അത് ഒറിജിനലാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇത് M5 ആയിരിക്കാം. കപ്പൽ കിടക്കും പോലെ ഉണ്ട്. M5 കോമ്പറ്റീഷൻ്റെ ബാഡ്ജൊക്കെ ഉണ്ട്, അത് ഒറിജിനലാണെന്ന് അറിയില്ല. ഓട്ടോസ്റ്റാർക്കിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, അലോയ്സും ഷോക്ക് അബ്സസും കാലിപ്പേഴ്സ് എല്ലാം ഉണ്ട്. ഒരു താറത് എവിടെ കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതാണ് ഐറ്റം. ഈ കളർ വാങ്ങും, ടിഫനി കളർ. കാറിനൊക്കെ ടിഫനി. ഇത് സ്റ്റോക്കല്ല, ഇവർ റാപ്പ് ചെയ്തതാണ്. ഇവർക്ക് റാപ്പിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് ഇവിടെ. റാപ്പിംഗ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ആണ്, ഇത് കറക്റ്റായിട്ട് അറിയില്ല. ഇഷ്ടപ്പെട്ടു കളർ. ഷെയ്ഡ് വരുമ്പോൾ കളർ ചേഞ്ച് ആവുന്നുണ്ടോ? വെയിലത്തുമ്പോൾ വേറെ കളർ ആവുമായിരിക്കും. കൊള്ളാം. ബാബ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ലോ പോണ് ആ കളർഫുൾ ഉടുപ്പുണ്ടാവും. ബാബ്സും ഗേൾഫ്രണ്ടല്ലേ ഇപ്പോൾ വൈഫാണ്. പിന്നെ ഇവിടെ കുറേ വേറെ വണ്ടികളുണ്ട്. ഇതൊക്കെ കോമൺ ആയതുകൊണ്ടാണ് ഇതിൻ്റെയൊന്നും പറയാത്തത്. ഇവിടെ ട്രയംഫ് സ്പീഡ് 400, ടൈം ട്രൈഗർ, സ്പീഡ് ട്രിപ്പിള്, സ്പീഡ് T400. അത് തന്നെ വേറെ വണ്ടി ആയിരിക്കും. സ്പീഡ് ട്രിപ്പിൾ കൊള്ളാം, ഓറഞ്ച് കളർ കൊള്ളാം. ചേട്ടാ ഇതൊന്ന് റിവ്യൂ ആവാം.
ഇത് റവിയാമോ? ട്രയംഫിന്റെ സൗണ്ട് അറിയാമല്ലോ. ഏത് ഐറ്റം നോക്കിയത്? ഇലക്ട്രിക് ആണെന്ന് അറിയില്ല, പക്ഷെ എക്സോസ്റ്റ് ഉണ്ട്. എൻജിൻ സൈഡ് കവർ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇലക്ട്രിക് എന്ന് പറഞ്ഞത്. ചെയിൻഡാണ്, ചെയിനുണ്ട്, 2 ചെയിനുണ്ട്. വോൾവോ XC60 കിടപ്പുണ്ട്, C40, റേഞ്ച് റോവർ, വെല്ലാറാണ്. ഇവിടെ ഒരു ജീപ്പ് റാംഗ്ലർ കിടപ്പുണ്ട്. പിന്നെ സുസുക്കിയുടെ ഏതോ ജാപ്പനീസ് വണ്ടിയാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വോക്സ്വാഗൻ്റെ കാരവൻ, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. മോഡലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഹിറ്റായ. ഇവരൊക്കെ ഇത് ഷെവർലെറ്റ് ആണ്. ഞാൻ കൊച്ചിലെ കുറേ ഓടിച്ചു നടന്ന വണ്ടിയാണിത്. എന്ന് വെച്ചാൽ GT സിറ്റിയിലൊക്കെ നമ്മൾ കുറേ ഓടിച്ചു നടന്ന ഒരു വണ്ടിയാണ്. ചുമ്മാ ആൾക്കാരെ കൊണ്ട് ഇടിച്ചു കൊല്ലണ വണ്ടിയില്ലേ. ഷെവർലെറ്റ് ബെല്ലെയർ എന്നാണ് പേര്. നീണ്ടു നിവർന്ന് കിടക്കുകയാണ് വണ്ടി. എന്ത് നീളമാണെന്ന് അറിയാമോ? കപ്പൽ പുതിയ മോഡൽ ക്യാമറയാണ്. ഹൈലക്സ് കിടപ്പുണ്ട്. ഈ ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. സെഡാൻ മോഡലിൽ എനിക്ക് എടുക്കണമെങ്കിൽ വൺ ഓഫ് ദി കാർ ഇതാണ് എനിക്ക് എടുക്കാൻ പോകണം. പക്ഷേ പണ്ടത്തെ മോഡലിൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് കുഴപ്പമില്ല. മറ്റതൊക്കെ കപ്പലാണെങ്കിൽ ഇത് യാട്ടാണ്. യാട്ട് ഇത് കണ്ട കയ്യൊക്കെ ഇട്ട് പോകാൻ പറ്റും. B6 ആണ്. 6E അല്ല, 6 ആണ്. ഇപ്പം ഈ മാറ്റിയത് അറിയാമല്ലോ. റെഡ് കളർ കൊള്ളാം. ഈ കാറിൽ റെഡ് നല്ല DR-ലാണ്. ഇത് XCV 9E. പ്രോട്ടോടൈപ്പ് വണ്ടികളാണ്. പുതിയ മോഡൽ CBR ആണ്. കൊള്ളാം അല്ലേ? ആദ്യം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ടെയിൽ ലൈറ്റ് പൊളിയാണ് ഇതിൻ്റെ. ഇത് ഞാൻ വെടി വെച്ച് കണ്ടായിരുന്നു. ഈ വണ്ടി തന്നെയാണെന്ന് തോന്നി ഞാൻ കണ്ടത്.
നേരത്തെ പോയത് വണ്ടി.
Thank you.